ഹലോ ലൈഫ് ഇന്ന് ഞാനൊരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കട്ട് പീസാക്കി എന്നിട്ട് നമ്മൾ അതിനെ ബൗളിലോട്ടിടുക. നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ബട്ടർ ഇല്ലാത്തവർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നെയ്യ് തേക്കുന്നു, മെൽറ്റ് ചെയ്യുന്നു. എന്താണ് ഈ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് സാധനം കിട്ടും. 3 ഒറ്റയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കത് ബീറ്റ് ചെയ്യാം. നല്ല പതഞ്ഞ് എന്നാലും ബീറ്റ് ചെയ്യണം നമ്മൾ. എന്നിട്ട് നമുക്ക് കുറച്ച് ശർക്കര എടുക്കാം. അതിൻ്റെ കളറും അതുപോലെ ടേസ്റ്റും അതിനൊക്കെ ആയിട്ടുണ്ടാവും. സത്യത്തിൽ എനിക്കിത് അറിയാനെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇതിലങ്ങോട്ട് കാണിക്കുമ്പോൾ ഇത് വേണം അതിനറിയാണ്. നമുക്ക് നമ്മുടെ മുട്ടേൻ്റെ മിക്സ് തൊട്ട് ചെയ്തും പിന്നെ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ സാധാ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയും ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. കാരണം നമ്മൾ ശർക്കര അല്ലെങ്കിൽ നല്ലവണ്ണം മെൽറ്റ് ചെയ്തിട്ടാണ് ഇടാൻ. ഇപ്പം ഞാനിത് മെൽറ്റ് ചെയ്യാണ്ടിട്ടതുകൊണ്ട് ഞാൻ ടൈം എടുത്തതൊന്ന് ഉടങ്ങി വരാൻ വേണ്ടി. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. നല്ല രീതിയിൽ പതഞ്ഞ് പൊന്തി തന്നെ വേണം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിതിനകത്തോട്ട് വയ്ക്കണം. നമുക്കൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൈദയും കൊക്കോ പൗഡറൊക്കെ ഉപയോഗിച്ചാൽ മതി. ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു 2 കപ്പ് അതായത് 1/2 കപ്പ് 2 ഞാൻ ഇട്ട് വയ്ക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. കുറച്ചിട്ട് മിക്സ് ചെയ്യാനാണ് എളുപ്പം. ഇപ്പം ഞാൻ നല്ല ചെറിയ പാത്രം ഒരുമിച്ചിട്ടു. അവസാനം നമുക്ക് ഈ ഒരു രീതിയിൽ ബാറ്ററായി കിട്ടിയാൽ തന്നെ നമ്മളെല്ലാം ഓക്കെ ആണ്. നമുക്കിനി ഒരു കേക്ക് ടിന്നിൽ സെറ്റ് ചെയ്യണം. മൊത്തം ബട്ടർ വെച്ച് സെറ്റാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറും കൂടെ അത് വെക്കുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. വെക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബാക്ക് ടു സെറ്റ് ചെയ്താൽ മതി. ഇനി കുറച്ചൊരു ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാറ്റർ നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. ഞാൻ 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് കുക്ക് ചെയ്തത്. ആക്ച്വലി ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് സാധനം വന്നു. 30 മിനിറ്റ് കൂടുതൽ നേരം ഒന്ന് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ നേരം വെച്ചാൽ അത് അടി കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. നല്ല സോഫ്റ്റായിരുന്നു. ഒരു എനിക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതും നമ്മൾ കഴിച്ചിരിക്കേണ്ടതായിട്ടുള്ള സാധനം തന്നെ കേട്ടോ ഈ ബ്രൗണി. നമുക്കൊരു ക്രീം മിക്സ് വരുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്.